ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ ആയിട്ട് ഇന്നലത്തെ ഓണത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിന്റെ ക്ഷീണത്തിലൊക്കെ ഇരിക്കുക. ഇന്ന് നമ്മള് നേരെ ഇനിയിപ്പം കുട്ടിക്കാനം പോവാ. നമ്മുടെ സുഹൃത്ത് നമുക്ക് വേണ്ടി നാട്ടിൽ നിന്ന് വന്നതായിരുന്നു. നമുക്ക് വേണ്ടി 5 ദിവസത്തെ ആഘോഷങ്ങൾക്ക് നാട്ടിൽ നിന്ന് വന്നതാണ്. ഇന്നലെ നമ്മുടെ സുഹൃത്ത് ഒരു ഗീവ് അവേ കൊടുത്തായിരുന്നു. നമ്മളെ ടൂർ കൊണ്ടുപോകാൻ പോവാ. ടൂർ നമ്മളെ കുട്ടിക്കാനത്ത് കൊണ്ടുവന്ന ഫുൾ ചെലവ് നമ്മളെ സുഹൃത്താണ് നോക്കുന്നത്. നമ്മളെ കൂട്ടുകാർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുമെന്ന് പറഞ്ഞ് 4 ദിവസത്തെ ഓണം ആഘോഷിക്കാൻ, വെറും 4 ദിവസത്തെ ഓണം ആഘോഷിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും 1,70,000 ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി വന്ന ഇദ്ദേഹത്തിന് 2 വാക്ക് പറയാനുണ്ടോ? നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? കുട്ടിക്കാനം ടീറ്ററൈനിൽ റൂം എടുത്തേക്കുക. ഞാനുണ്ട്, പ്രവീണുണ്ട്, നമ്മളെ സുഹൃത്ത് ജസ്റ്റിൻ ബ്രോ ഉണ്ട്. 2 പേരെ കൂടെ കാണിച്ചു തരാം. ഇയാളെ പിന്നെ കാണിക്കണ്ടല്ലോ, അറിയാലോ. ഇത് നമ്മുടെ അക്ഷയ് ബ്രോ. നമ്മളെല്ലാവരും കൂടെ ടൂർ പോവാണ്. ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് കാണാം. ഷാപ്പിൽ ഫുഡ് കഴിക്കാനും, നല്ല നാടൻ ഷാപ്പ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് തന്നെ താഴെ ഒരു തോട്ടത്തിലാണ് ഒരു കൊച്ചു ഷാപ്പാ, പക്ഷെ നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞ് കയറിയതാ. വൃന്ദാവനം. എന്തെടുക്കുക? ഷാപ്പിൽ വന്ന് ഇരിക്കുന്നതിന് മുന്നേ കണ്ടില്ലയോ? ഇത് ചെത്തുകളാണോ? ചെത്തുകള്, നല്ല ചെത്തുകള്. കുടിയാണ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ കപ്പയും മീൻകറി കൊള്ളാം, നല്ല ആള്. ടയർ പഞ്ചറായി വരുന്ന വഴിക്ക്. നമ്മൾ പോകുന്ന റിസോർട്ട് ഏതാണ്ട് ആ കാണുന്നതാണ്. താമസിക്കാൻ പോകുന്ന റിസോർട്ടാണ് ടീറ്ററൈൻ. നമ്മുടെ സുഹൃത്ത് നമ്മൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തതാണ്. കുവൈറ്റിൽ നിന്ന് വന്ന് നമ്മൾക്ക് വേണ്ടി ഒരു റിസോർട്ട് സ്പോൺസർ ചെയ്ത് നമ്മളെ ഫുൾ ചെലവ് നോക്കി ഇവിടെ കൊണ്ടുവന്ന് അടിച്ചു പൊളിച്ചിട്ട് പോകാനാ പറഞ്ഞേക്കുന്നത്. ടീറ്ററൈൻ റിസോർട്ട് ആൻഡ് സ്പാ. ഓപ്ഷനിലാന്ന് തോന്നുന്നത്, മൈജിയിലാന്ന് തോന്നുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല ക്ലൈമറ്റും നല്ല ആംബിയൻസ് ഉള്ള അടിപൊളി റിസോർട്ടാണ്. നമ്മളൊരു കോട്ടേജാണ് എടുത്തേക്കണേ. എൻ്റെ വ്യൂ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോഴുള്ള വ്യൂ ഇതാണ്. കണ്ടൽക്കാടുകളും താഴത്തെ റിസോർട്ടും. കിടിലൻ ആംബിയൻസ് ഉള്ള റിസോർട്ടാണ്. ഗൈസ്, കിടിലൻ റിസോർട്ടും അടിപൊളി വ്യൂ. ഇത് ഒരു പ്രൈവറ്റ് പൂൾ വില്ലയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രൈവറ്റ് പൂൾ ഇതാണ്. സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സെറ്റപ്പ്. വേണ്ടേ, നമ്മുടെ സുഹൃത്ത് നമുക്ക് വേണ്ടി പ്രൈവറ്റ് പൂൾ വില്ല എടുത്താണ് നമ്മളെ ഓണം ആഘോഷിക്കാൻ അവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇതൊക്കെ ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ചായ ഇട്ട് കുടിക്കാൻ അറിയാവുന്നവർ ചായ ഇട്ട് കുടിച്ചാൽ മതി. ആണ്ടേ, മിനി ബാറും ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഇയാളാ മിനി ബാറെന്ന് പറയാൻ പറഞ്ഞു. നല്ല ക്ലൈമറ്റും. അങ്ങനെ റൂമിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ച് കുറേ അധികം സമയം എൻജോയ് ചെയ്തു. ഈ ചെരുപ്പൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇടുന്നത്. വലിയ പൈസക്കാരൊക്കെ ഇടുന്ന ചെരുപ്പാണ്. ഇവിടുത്തെ ഫുഡെല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടുത്തെ ടർഫിലാണ് പോയത്. ഫുട്ബോളും ക്രിക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ കളിക്കാൻ വേണ്ടി വന്നതാണ്. ആണ് ഗോളി, എല്ലാ ഐറ്റവും ഉണ്ട്. ബാസ്കറ്റ് ബോൾ ഉണ്ട്, ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ബാസ്കറ്റ് ബോൾ കളി 2-1.
രണ്ടാമത്തെ വീണ് കേട്ടോ. 3 3-1. 4 4-1. 4-2. 5-2. 1 2. ഇവിടെ കൊട്. പോയി. ഇത് 5-ാമത്തെ. ഇല്ല ഇയാളിട്. 3 പേരാരൊക്കെ ലൈറ്റ് ചെയ്യും. നമ്മള് 3. 1 ബാസ്കറ്റ് ബോളിന് എല്ലാം അറിയാന്ന് പറഞ്ഞ ആളാ കേട്ടോ. ആ 2 ബാക്കി 3 വീഴാം. നോക്കിയോ, കളികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അനന്തകൊണ്ട് ഇത് ബോൾ ഇട്ട് തുടങ്ങിയ 1. 3-1. 3-1. 4-2. നിങ്ങള് പോയാൽ നമ്മളെ കാര്യം ചെയ്യും. രണ്ടിലൊന്ന്. 3-1. അത് പോയി. 4-1. അപ്പൊ അവന്റെ കാര്യം നമ്മൾ ചെയ്യാം. നമ്മളതിന് ഫൈനൽ 3 നേരമുള്ള ആക്കി. ഇനി അടുത്തത് 2 ടൈറ്റ്. ഇനി സ്കൂൾ ടീമുള്ള ആളാ. ഓ നോ ബോളാ. ബോൾ. ഇത് മാറ്റി സ്കോർ ആക്കി കളിക്കാം. സ്കോർ എന്തോ സ്കോർ 1001 രൂപ. പോണേ എണീറ്റ്. ഇങ്ങനെ എത്ര ഗോളായി? ലാസ്റ്റ് ബോളാ. 3 ബോൾ അയാൾക്ക് കിട്ടി. ബോളാണ്. 2 ബോൾ ഇയാളാ അവിടെ എറിയണ്ട. എറി 6 ബോളാണ്. ഒരാൾക്ക് 6 ബോളേ ഉള്ളു. അപ്പൊ റൺ എടുക്കണ്ടായോ? 1 ടച്ചില്ല. പോണേ. ഇയാളെ ഓവർ കയറുന്നില്ല. ഇയാൾക്ക് ഇനി ഒറ്റ ബോളൂടെ ഉള്ളേ. ഒറ്റ ബോളേ ഉള്ളൂ. 5 എണ്ണം കഴിഞ്ഞു. തീർന്നു. മാറി. ഇയാളെ ഓവർ കഴിഞ്ഞ് മാറേ അങ്ങോട്ട് ആളുമ്പോ. ഇനി 2 ബോളും കൂടി പോയത്. അടുത്ത ഓവർ ഞാനാന്നേ.
ആ ബോൾ കയറി ഒരാൾക്ക് 6 ബോളായി 3 ഇയാളെ ഓവറിൽ 2 ബോളായി അയാൾ ഒരു 3 ബോളായി അയാൾക്ക് ഇനി 3 ബോളേ ഉള്ളൂ. കാട്ടിലോട്ടൊന്നും അടിച്ചോളല്ലേ അടിച്ചില്ല ലാസ്റ്റ് ബോളാണ്. ആ ഇയാൾക്കൊരു ബോൾ ബോൾ ബൈ കോള് വന്നടാ ഇയാളെന്തോടെ ഫീൽഡ് ആയിരിക്കാന്നോ ചോറിനായിരിക്കാന്നോ? ഓ ഇല്ല എന്റെ ഓറ ഔട്ട് വെളിയിൽ പോയി. ഞാൻ കളിക്കണം എന്റെ എടാ ഔട്ടാണ് ഇറങ്ങണേ അങ്ങോട്ട്. എടാ വെളിയിൽ പോയ ഔട്ടാണോ? എടാ വെളിയിൽ പോയ ഔട്ടാണോ? എടാ പോയാ കഴിച്ച് അറിയാവുന്ന ആളൊന്നും ചെയ്യണ്ട. അല്ലല്ലോ ഇത് ചെയ്തിട്ട് പോ. ഇയാളാ ഇവിടെ ഇത് ചെയ്തിട്ട് പോടേ. റസാക്കട അരിയാട്ടത്. പ്രൈവറ്റ് പൂൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയി ചാടിയത് അവിടുത്തെ കോമൺ പൂളിലായിരുന്നു. ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ട് കുറേ അധികം സമയം പൂളിൽ എൻജോയ് ചെയ്തു. 2 ചെരുപ്പ് ഇട്ടിട്ട് പ്രോൺസ് ഫ്രൈ, നല്ല പാസ്ത, ചിക്കൻ പാസ്ത, പൊറോട്ട. ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുക്കുക. വേണ്ടാന്ന് പറഞ്ഞ പ്രോൺസ് രാവിലെ ഗ്യാസ് കയറുമെന്ന് പറഞ്ഞ ആളെ ഇങ്ങനെ എടുത്തിട്ട് എങ്ങനെ കഴിക്കുന്നത്? ഇത് കണ്ടോ, രാത്രി ഡിന്നർ കഴിച്ചതിന്റെ ബില്ല് 6 പേര് 4132 രൂപ. ബോസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബോസേ? അതുകൊണ്ട് അത് നമ്മുടെ റൂമാ. ഇത് നമ്മുടെ പ്രൈവറ്റ് പൂളാ. രാത്രി നമ്മുടെ പൂളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന വൈബ്. ഏതാ വൈബ്? അംബാനി വൈബ് അല്ലേ? അതെ, ബോസ് വൈബ്, റസാക്ക് വൈബ്. ചപ്പാത്തി, ബട്ടർ ചിക്കൻ, ബീഫ് റോസ്റ്റ്, അപ്പം, എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാട്ടൊക്കെ ഇട്ട് കുറേ നേരം ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയി കിടന്നുറങ്ങിയത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.